മോഹൻലാലിന്റെ ചില ഗംഭീര സിനിമകൾ നമുക്ക് മുന്നിലേക്ക് വരുന്നതിനൊപ്പം തന്നെ ഗംഭീര ചില കോംബോകളും ഒന്നിക്കുകയാണ്. മോഹൻലാൽ ശോഭന കോംബോ ഒന്നിക്കുന്നതിനൊപ്പം തന്നെ മറ്റൊരു കോമ്പിനേഷൻ കൂടി വരുന്നു എന്നതാണ് പ്രേക്ഷകരെ ഇപ്പോൾ ശരിക്കും സന്തോഷിപ്പിക്കുന്നത്. മോഹൻലാലിന്റെ സാധാരണക്കാരൻ കഥാപാത്രത്തെ കാണാനുള്ള ആഗ്രഹവുമായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന ചിത്രത്തിൽ ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ എത്തുന്നത്. ചിത്രത്തിന്റേതായി ഇതുവരെ പുറത്തു വന്ന ചിത്രങ്ങളും ലൊക്കേഷൻ വീഡിയോകളുമെല്ലാം മോഹൻലാലിന്റെ മുൻകാല കഥാപാത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. വിന്റേജ് ലാലേട്ടനെ തിരികെ കൊണ്ടുവരൂ എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കൂട്ടം ആരാധകർ ഇവയെല്ലാം ആഘോഷമാക്കിയിരുന്നു. അടുത്ത കാലത്തായി ലാർജർ ദാൻ ലൈഫ് കഥാപാത്രങ്ങളാണ് മോഹൻലാൽ അവതരിപ്പിച്ചതിൽ ഭൂരിഭാഗവും എന്ന് ഈ കൂട്ടർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. എന്നാൽ പഴയ കാലത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളല്ല, പുതുമയുള്ള മികച്ച വേഷങ്ങളാണ് നടനിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്നും പറയുന്നവർ ഏറെയുണ്ട്. എന്തായാലും വിന്റേജ് ലാലേട്ടനെ കാത്തിരിക്കുന്നവരുടെ ഹൃദയം നിറയ്ക്കുന്ന അപ്ഡേറ്റ് ആണിപ്പോൾ തുടരും ടീം പങ്കുവച്ചിരിക്കുന്നത്. ചിത്രത്തിൽ MG ശ്രീകുമാർ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന ചിത്രമാണ് സംഗീത സംവിധായകൻ ജേക്സ് ബിജോയ് തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പുറത്തുവിട്ടത്. ആസ് വിന്റേജ് ആസ് ഇറ്റ് ഗെറ്റ്സ് ദ കോംബോ എന്ന ക്യാപ്ഷനോടെയാണ് ജേക്സ് ബിജോയ് പങ്കുവച്ചിരിക്കുന്നത്. ഈ വാക്കുകൾ കൂടിയായതോടെ വിന്റേജ് ലാലേട്ടൻ ആരാധകർ ആവേശത്തിലായിരിക്കുകയാണ്. മോഹൻലാലിന് ഏറ്റവും ചേർന്ന പിന്നണി ഗായക സ്വരമാണ് MG ശ്രീകുമാറിന്റെ ശബ്ദം. ആ ശബ്ദത്തെ സിനിമാ പ്രേമികൾ വിലയിരുത്തുന്നതും അങ്ങനെ തന്നെയാണ്. MG ശ്രീകുമാറും മോഹൻലാൽ കോമ്പിനേഷൻ വന്നപ്പോഴൊക്കെ മോളിവുഡിലെ ഏറ്റവും വലിയ ഹിറ്റ് പാട്ടുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൂടാതെ ഏതൊരു ആഘോഷം വന്നാലും ഈ കോമ്പിനേഷനിൽ വരുന്ന പാട്ടായിരിക്കും അവിടെ പ്ലേ ചെയ്യുക. ഇപ്പോഴും പലരും ആ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ വീണ്ടും അങ്ങനെ ഒരു ഒന്നിക്കൽ പലപ്പോഴായി ആഗ്രഹിക്കുന്ന പ്രേക്ഷകരാണ് നമുക്കുള്ളത്. ഒപ്പം എന്ന സിനിമയിൽ ഈ ഒരു കോമ്പിനേഷൻ ഒന്നിച്ചപ്പോൾ വലിയ രീതിയിൽ ആഘോഷമാക്കിയിരുന്നു. ഇപ്പോഴിതാ വീണ്ടും അങ്ങനെ ഒരു കോമ്പിനേഷൻ എത്തിയിരിക്കുകയാണ്. അതും തുടരും എന്ന ചിത്രത്തിൽ മോഹൻലാലിന് വേണ്ടി ഗാനം ആലപിക്കുകയാണ് MG ശ്രീകുമാർ. MG ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ മോഹൻലാൽ സ്ക്രീനിൽ പാടി ഹിറ്റായ പാട്ടുകളുടെ വലിയൊരു നിര തന്നെ മലയാള സിനിമയിലുണ്ട്. അക്കൂട്ടത്തിലേക്കുള്ള പുതിയ ചേർത്തുവെക്കലാകും തുടരും എന്ന ചിത്രത്തിലെ ഗാനമെന്ന പ്രതീക്ഷയാണ് ആരാധകർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഒരു മികച്ച സിനിമ മോഹൻലാലിന്റെ പ്രകടനത്തിൽ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ആ ചിത്രത്തിലെ മോഹൻലാലിന്റെ പ്രകടനം അതൊരു ഗംഭീരമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ചിത്രത്തിൽ വളരെ മികച്ച പെർഫോമൻസ് ആണ് മോഹൻലാൽ കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് ഛായാഗ്രഹകൻ ഫൈസ് സിദ്ദിഖ് പറഞ്ഞ വാക്കുകളാണ് അടുത്തിടെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. തുടരും എന്ന സിനിമയിലെ മോഹൻലാലിന്റെ വിഷ്വലുകൾ കണ്ടപ്പോൾ ഭ്രമരത്തിലെ ലാലേട്ടനെ ഓർമ്മ വന്നു. മണിയൻപിള്ള രാജുചേട്ടനും സിനിമയിൽ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നും ഫൈസ് സിദ്ദിഖ് പറയുന്ന വാക്കുകൾ വലിയ രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം. തുടരും സിനിമയിലെ വിഷ്വലുകൾ ഞാൻ കണ്ടിരുന്നു. ഇമോഷൻ ആയിക്കോട്ടെ, എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, ലാലേട്ടൻ ഈ സിനിമയിൽ ഞെട്ടിച്ചിട്ടുണ്ട്. ഭ്രമരത്തിൽ എന്ത് ഫീലാണോ കിട്ടിയത് ആ ഫീൽ തുടരും വിഷ്വലുകൾ കണ്ടപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു. ഫൈസ് സിദ്ദിഖ് പറയുന്നത് ഇങ്ങനെയായിരുന്നു. മോഹൻലാലിനൊപ്പമുള്ള ചിത്രീകരണ അനുഭവങ്ങളും സിനിമയുടെ ബിഹൈൻഡ് ദ സീനും ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലാലേട്ടനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതാണ് സന്തോഷമെന്ന്, സിനിമ എങ്ങനെയാണ് തുന്നിക്കെട്ടിയിരിക്കുന്നതെന്ന് കാണാൻ റിലീസ് വരെ കാത്തിരിക്കേണ്ടി വരുമെന്നും തരുൺമൂർത്തി ഈ വീഡിയോയിൽ പറയുന്നുമുണ്ട്. ശോഭനയുടെ കഥാപാത്രത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും മോഹൻലാലും ശോഭനയും 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ചിത്രത്തിൽ ഒന്നിക്കുന്നത്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്കാർ എന്നീ 2 പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകൾക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. രാജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ M രഞ്ജിത്ത് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് തരുൺമൂർത്തിയും KR സുനിലും ചേർന്നാണ്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഷാജികുമാറാണ്. സൗണ്ട് ഡിസൈൻ വിഷ്ണു ഗോവിന്ദ്.